ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് വോട്ടിംഗ് അപ്ഡേറ്റ്സിലോട്ട് സ്വാഗതം. ഇന്നത്തെ വോട്ടിംഗ് യുദ്ധമൊക്കെ അല്ലെങ്കിൽ ഈ ആഴ്ചത്തെ 6ാം ആഴ്ചത്തെ വോട്ടിംഗ് യുദ്ധമൊക്കെ ഇന്ന് രാത്രി കൊണ്ട് അവസാനിക്കാൻ പോവുകയാണ്. അവസാന മണിക്കൂറിലോട്ട് വോട്ടിംഗ് കടന്നുകൊണ്ടിരിക്കുകയാണ്. 15 പേര് കഴിഞ്ഞ ആഴ്ച നോമിനേഷനിൽ വന്നപ്പോൾ ഈ ആഴ്ച 13 പേരുണ്ട്. എന്തൊക്കെയാണ് ഹൗസിലുള്ളിൽ ഒരു മുക്കാൽ ഭാഗം ആൾക്കാരും നോമിനേഷനിലോട്ട് വരുമ്പോൾ ആരൊക്കെ തകർച്ചയിലുണ്ടെന്നും ആരൊക്കെ ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിന് പടിയിറങ്ങാൻ സാധ്യതയുണ്ടെന്നും ആരൊക്കെയാണ് ഇപ്പോൾ മുന്നിലെന്നൊക്കെ പരിശോധിക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കും വോട്ടിംഗ് റിസൾട്ടുകൾക്കൊക്കെ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. 13 പേരടങ്ങുന്ന നോമിനേഷൻ ലിസ്റ്റ് വന്നപ്പോൾ മുതൽ നമ്മൾ സംശയിച്ചാണ് ആരൊക്കെ ഈ ആഴ്ച പുറത്തു പോകുന്നത്. ആദ്യ മണിക്കൂറിൽ തന്നെ ഇതിന് വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരങ്ങൾ കിട്ടിത്തുടങ്ങിയായിരുന്നു. എങ്കിലും ഈ ഒരു മണിക്കൂർ എത്രത്തോളം മാറ്റങ്ങൾ വന്നതും ആരൊക്കെ അട്ടിമറി മുന്നേറ്റം നടത്തിയെന്നൊക്കെ പരിശോധിക്കുമ്പോൾ ഒന്നാം സ്ഥാനത്ത് മാറ്റമില്ലാതെ അനുമോളുടെ വോട്ട് കുതിച്ചുകയറുകയാണ്. വൈഡ് കാർഡ് എൻട്രികൾ കൂടി വന്നതോടുകൂടി അനുമോളുടെ സ്പേസ് കുറച്ച് കുറഞ്ഞതായിട്ടുണ്ടെങ്കിലും വോട്ടിംഗ് കുറവുകളൊന്നും വന്നിട്ടില്ല. 1,34,764 എന്ന് പറഞ്ഞ വോട്ടിംഗ് സംഖ്യ ഉയർത്തുമ്പോൾ രണ്ടാം സ്ഥാനത്ത് അനീഷേട്ടനെ കാണാൻ സാധിക്കുന്നുണ്ട്. അനീഷേട്ടന് നല്ല രീതിയിൽ ഈ ആഴ്ച വോട്ടുകൾ സ്വന്തമാക്കി ബിഗ് ബോസ് ഹൗസിൽ തുടർന്ന് ടോപ്പ് 5 എത്താനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. 1,14,308 എന്ന് പറയുന്ന വോട്ടിംഗ് സംഖ്യ ഉയർത്തി മറ്റ് കണ്ടസ്റ്റന്റ് അനീഷേട്ടൻ വെല്ലുവിളിക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് നൂറയുടെ സപ്പോർട്ടോടുകൂടി ആദ്യം എത്തി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് ഇരുവരും രണ്ടായതിനു ശേഷം വോട്ടിംഗ് നല്ല കുതിച്ചുയർപ്പ് നടത്താൻ രണ്ടുപേർക്കും സാധിക്കുന്നുണ്ട്. 1,05,532 വോട്ടുകളുമായിട്ട് നിൽക്കുമ്പോൾ 4ാം സ്ഥാനത്ത് മുന്നേറ്റം കാഴ്ചവെക്കുന്ന മറ്റൊരു കണ്ടസ്റ്റന്റായിട്ട് അക്ബർ മാറുകയാണ്. ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പ്രേക്ഷകർക്ക് എന്തോ അക്ബറിനെ ഇഷ്ടമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അക്ബർ 97,108 വോട്ടുമായിട്ട് 4ാം സ്ഥാനത്ത് സേഫ് സോണിലോട്ട് മാറുമ്പോൾ 5ാം സ്ഥാനത്ത് ഈ ഒരാഴ്ചയിൽ ബിഗ് ബോസിൽ തുടരുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് ആര്യൻ മാറുകയാണ്. ആര്യൻ ഇറിറ്റേറ്റിംഗ് ക്യാരക്ടറിലോട്ട് വീണ്ടും എത്തിത്തുടങ്ങുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടാണ്. നമ്മുടെ അനീഷേടനടക്കം റെനെ അടക്കം ബിന്നി അടക്കം എല്ലാവരുടെയും കയ്യിൽ നിന്ന് ആര്യൻ വാങ്ങിച്ചു കൂട്ടുന്നുണ്ടെങ്കിലും വോട്ടിങ്ങിന് ഒരുപാട് വോട്ടുകളും വാങ്ങിച്ചു കൂട്ടുന്നുണ്ട്. 82,310 വോട്ടുകളുമായിട്ട് ആര്യം മുന്നേറുമ്പോൾ 6ാം സ്ഥാനത്ത് റെന ഫാത്തിമ മാറ്റമില്ലാതെ തുടരുകയാണ്. ഈ ഒരു ആഴ്ചയിൽ റെന ഫാത്തിമ സേഫായിട്ട് മാറുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. 74,253 വോട്ടുകളുമായിട്ട് റെന മുന്നേറുമ്പോൾ 7ാം സ്ഥാനത്തേക്ക് മാറ്റമില്ലാതെ നിൽക്കുന്ന മറ്റൊരു കണ്ടസ്റ്റന്റായിട്ട് അബീം മാറുകയാണ്. അബീം ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിൽ തുടരുന്ന ഉറപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വോട്ടിംഗ് നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അബിയുടെ വോട്ട് 72,953 എന്ന് പറയുന്ന നിലയിലോട്ടായിട്ടുണ്ട്. ഒരു പക്ഷേ വരും മണിക്കൂറിൽ നമ്മുടെ റെന ഫാത്തിമയെ അട്ടിമറിച്ച് മുന്നേറാനുള്ള സാധ്യതകൾ കാണുമ്പോൾ നിലവിൽ നമുക്ക് 8ാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിച്ചിരിക്കുന്നത് മാറ്റമില്ലാതെ ഡോക്ടർ ബിന്നു തന്നെയാണ്. എന്തൊക്കെയാണ് ഗീതുവിനെ പ്രഷർ വീണ്ടും നെഞ്ചോട് ചേർക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് വേണം വോട്ടിംഗ് കരുതാൻ. 69,186 വോട്ടുമായിട്ട് ബിന്നി തുടരുമ്പോൾ 9ാം സ്ഥാനത്ത് ഡേഞ്ചർ സോണിൽ പോയിരിക്കുന്ന മസ്താനിനെ കാണാൻ സാധിക്കുന്നുണ്ട്. മസ്താനിക്ക് എന്ന നേരിയ വോട്ടുകൾ സ്വന്തമാക്കി 7 മണിക്കൂറുകളുള്ള മുന്നേറ്റവും കാഴ്ചവെച്ചിട്ടുണ്ട്. 62,749 വോട്ടുമായിട്ട് ഒരുപക്ഷെ ഈ ആഴ്ച ബിഗ് ബോസിൽ തുടരാൻ മസ്താനിക്ക് സാധിക്കുമ്പോൾ 10ാം സ്ഥാനത്ത് വൈൽഡ് കാർഡ് എൻട്രി ആയിട്ടുള്ള പ്രവീൺ തന്നെ എത്തിയിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. വൈൽഡ് കാർഡ് എൻട്രികളെല്ലാം തന്നെ ഈ ആഴ്ച ഡേഞ്ചർ സോണിൽ തന്നെയാണ്. 61,395 എന്ന് പറയുന്ന വോട്ടിംഗ് സംഖ്യയാണ് പ്രവീണിന് ഈ ഒരു മണിക്കൂർ വരെ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ 11ാം സ്ഥാനത്ത് ലക്ഷ്മി തുടരുകയാണ്. ലക്ഷ്മിയുടെ പല ഡയലോഗുകളും ലക്ഷ്മിക്ക് തിരിച്ചടിയായിട്ട് മാറുന്നുണ്ട്, അല്ലെങ്കിൽ ലക്ഷ്മിക്ക് നെഗറ്റീവ് ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുതന്നെയായിരിക്കും വോട്ടിങ്ങിൽ തിരിച്ചടിയായിട്ട് മാറിയത്. 60,881 വോട്ടിട്ട് 11ാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ 12ാം സ്ഥാനത്ത് ഡേഞ്ചർ സോണിൽ പോയിരിക്കുന്ന നെവിനാണ്. നെവിന് എല്ലാവരുടെയും കൂടെ ഒന്ന് കൗണ്ടർ അടിക്കാൻ മാത്രം സാധിക്കുന്ന രീതിയിലോട്ട് നെവിൻ എത്തുന്നതും തിരിച്ചടിയായിട്ടുണ്ട്. 59,673 വോട്ടുമായിട്ട് ഡേഞ്ചർ സോണിലോട്ട് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് സാബുമാനെയാണ്. സാബുമാന് വലിയ ചലനങ്ങളൊന്നും തന്നെ ബിഗ് ബോസിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതായിരിക്കും വോട്ടിങ്ങിൽ കുറവ്. 55,260 വോട്ടുമായിട്ട് ഡേഞ്ചർ സോണിലാണ്. ഒരുപക്ഷെ വരും മണിക്കൂറിൽ അട്ടിമറികൾ സംഭവിക്കുന്നത് കണ്ടു തന്നെ അറിയാം. നിലവിൽ ലഭ്യമായിരിക്കുന്ന അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ട് ഇതാണ്. ഇത് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുമെങ്കിലും ഇവരുടെയൊക്കെ പൊസിഷൻസിൽ വലിയ മാറ്റങ്ങളൊന്നും വരാൻ ഇനി സാധ്യതകളൊന്നും കാണുന്നില്ല. എന്തൊക്കെയാണ് വോട്ടിംഗ് ഇനിയാണ് മാറി മറിയാൻ പോകുന്നത്. നിർണായകമായിട്ട് മാറുന്ന വരും മണിക്കൂറിലായിരിക്കും. കാത്തിരിക്കാൻ വരും മണിക്കൂറിലെ നിർണായകമായിട്ട് മാറുന്ന വോട്ടിംഗ് റിസൾട്ടുകൾക്കായിട്ടൊക്കെ. അപ്പം നിങ്ങളുടെ ഇഷ്ടം മനസ്സിലാക്കി നിങ്ങളുടെ ഇന്നത്തെ വിധേയറി വോട്ട് ഇതുവരെ രേഖപ്പെടുത്തിയില്ല. ഇപ്പോൾ തന്നെ ഹോട്ട്സ്റ്റാറിൽ പോയി നിങ്ങളുടെ വിധേയറി വോട്ട് രേഖപ്പെടുത്തുക. വരും മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസൾട്ടുകൾക്ക് ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കൊക്കെ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഈ ആഴ്ച ആര് പുറത്തു പോകണമെന്നാണ് നിങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് കൂടി കമന്റ് ബോക്സിൽ പങ്കുവെക്കാൻ മറക്കരുത്.